നമ്മളിപ്പോൾ നിൽക്കുന്നത് കുവൈറ്റ് സിറ്റിയിലെ തീപിടുത്തത്തിൽ മരണപ്പെട്ട പന്തളം മുടിയൂർക്കോണം ശോഭനാലയത്തിൽ ആകാശസ് നായരുടെ വീടിന് മുന്നിലാണ്. അദ്ദേഹത്തിന് 31 വയസ്സായിരുന്നു. പിതാവ് നേരത്തെ തന്നെ മരിച്ചിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ 6ാമത്തെ വയസ്സിൽ പിതാവ് മരണപ്പെട്ടിരുന്നു. അമ്മ ശോഭനകുമാരിയാണ് വളർത്തി ഇത്രയും വലുതാക്കിയതും ഇങ്ങനെ ഗൾഫിലേക്ക് അയച്ചതും ഒക്കെ മാതാവാണ്. 8 വർഷത്തോളമായിട്ട് NBTC എന്ന കമ്പനിയിൽ സ്റ്റോർ ഇൻചാർജായിട്ട് ജോലി നോക്കുകയായിരുന്നു. ഈ ഓണത്തിന് നാട്ടിലെത്തുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. എന്നിട്ട് ദിവസങ്ങളെ ആയുള്ളൂ അപ്പോഴാണ് ഈ ദുരന്തം സംഭവിക്കുന്നത് എന്നാണ് കുടുംബം പറയുന്നത്. ഇതിനു മുമ്പ് 1 വർഷം മുമ്പാണ് ആകാശ് നാട്ടിലെത്തിയിരുന്നത്. കുടുംബം വിവാഹ ആലോചനകളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ആകാശിൻ്റെ മരണവാർത്ത എത്തിയപ്പോഴേക്കും മാതാവിൻ്റെ സമനില തെറ്റി മാറ്റാം. ഈ ഓണത്തിന് നാട്ടിലെത്തുമെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ദിവസങ്ങളെ ആയുള്ളൂ എന്നാണ് കുടുംബം പറയുന്നത്. ഇതിനു മുമ്പ് 1 വർഷം മുമ്പാണ് ആകാശ് നാട്ടിലെത്തിയത്. കുടുംബം വിവാഹ ആലോചനകളുമായിട്ടാണ് മകനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അപ്പോഴാണ് ആകാശിൻ്റെ മരണവാർത്ത എത്തുന്നത്. പുലർച്ചെ 4:30 തീപിടുത്തമുണ്ടായത്. മംഗഫ് ബ്ലോക്ക് 4 ഫ്ലാറ്റിനാണ് അന്ന് തീപിടിച്ചത്. MBTC എന്ന കമ്പനിയിലെ തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് അറിയുന്നത്. പുലർച്ചെ ആയിരുന്നതിന് എല്ലാവരും ഉറക്കത്തിലായിരുന്നു. എല്ലാവരും ജോലിക്ക് പോകാതെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. കൂടുതൽ പേരും മരണപ്പെട്ടത് തീപിടുത്തത്തെ തുടർന്നുണ്ടായ വിഷവാതകം ശ്വസിച്ചാണ്. കാരണം താഴത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. അതിൻ്റെ പുക ശ്വസിച്ചാണ് മുകളിലോട്ടുള്ള നിലകളിലെ ആൾക്കാർക്ക് മരണം സംഭവിച്ചത്. NBTC കമ്പനിയിലെ തൊഴിലാളികളായ 195 പേരാണ് ഇവിടെ താമസിച്ചിരുന്നത്. താഴത്തെ നിലയിൽ ഉണ്ടായിരുന്ന വാച്ചറുടെ മുറിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. താഴത്തെ നിലയിൽ തീ പടർന്നതോടെ മുകളിലെ ഫ്ലാറ്റുകളിൽ നിന്നും ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പുകയും ശ്വസിച്ചുമാണ് മിക്കവർക്കും പരിക്കേറ്റത്. താഴത്തെ നിലയിലുണ്ടായിരുന്ന വാച്ചറുടെ മുറിയിൽ നിന്നാണ് തീ പടർന്നത്. താഴത്തെ നിലയിൽ തീ പടർന്നതോടെ മുകളിലത്തെ ഫ്ലാറ്റുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലും പുക ശ്വസിച്ചുമാണ് മിക്കവർക്കും പരിക്കേറ്റത്. കെട്ടിടത്തിൽ നിന്ന് ചാടിയവരിൽ ചിലരുടെ പരിക്ക് ഗുരുതരമാണ്. എല്ലാവരും ഏതായാലും ഇപ്പോൾ ആശുപത്രിയിലാണ്. 19 പേരോളം മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 45 ഇന്ത്യക്കാരിൽ 25ഓളം മലയാളികളാണെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ കുടുംബത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരുടെ ബോഡി നാളെയോ മറ്റന്നാളോ നാട്ടിലേക്ക് എത്തും എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. എന്തായാലും ഇവരോടുള്ള ഇവിടെ നാട്ടുകാരുമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. ആകാശ് ഇവിടെ മറ്റ് ചെറുപ്പക്കാരുടെ കൂട്ടുള്ള ദുസ്വഭാവങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. നല്ല ഒരു ചെറുപ്പക്കാരന്, നല്ല സ്വഭാവ ഗുണമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. 1.25 വർഷത്തോളമായി ഇവിടെ വന്നു പോയിട്ട് ഈ ഓണത്തിന് അദ്ദേഹം വിവാഹവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനായി വരും എന്ന് പ്രതീക്ഷിച്ച് വീട്ടുകാരും നാട്ടുകാരും എല്ലാം കാത്തിരിക്കുന്ന വേളയിലാണ് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായി. വളരെയേറെ ദുഃഖാർദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നാടും വീടും എല്ലാം ഇപ്പോഴുള്ളത്. ഓണത്തിന് വരാനുള്ള കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്ന് കല്യാണാലോചനയൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും നടന്നില്ല. അപ്പൊ ഈ പ്രാവശ്യം ഓണത്തിന് വന്നിട്ട് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു അദ്ദേഹം കുടുംബവും. ഇതിപ്പോ അവിടെ നിന്നുള്ള റിപ്പോർട്ട് എങ്ങനെയാണ്? അദ്ദേഹം പൊള്ളിയാണോ അതോ വിഷവാതകം? 2 പേര് ചേർന്ന് ഓടി വരുമ്പോ അവിടുന്ന് ഓടി വരുന്ന കൂട്ടത്തിൽ ഈ പുക ശ്വസിച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ബഹുമാന്യനായ ആന്റോ ആന്റണി MP ഇന്നലെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ആന്റോ ആന്റണി MP പറഞ്ഞത് അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു ഫാക്ടറി, ഒരു കമ്പനിയാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മന്ത്രി തലത്തിൽ വരെ കുവൈറ്റ് മന്ത്രി തലത്തിലുള്ളവരൊക്കെ പറയുന്നത് വേണ്ടത്ര സുരക്ഷ ഒരുക്കിയിട്ടില്ലായിരുന്നു എന്നാണ്. ഒരു മുറിയിൽ എത്ര പേര് താമസിക്കുന്നുണ്ടെന്ന് അറിവ് അറിഞ്ഞാലോ? 6 നില കെട്ടിടമാണ്. 4ാമത്തെ നിലയിലായിരുന്നു ഇദ്ദേഹമായിട്ട് ഈ പുക വരുന്ന കൂട്ടത്തിൽ ഇത് ഉറങ്ങുന്ന ടൈമാണ്. ആ ടൈമ ഉറങ്ങുന്നതാണല്ലോ. അപ്പൊ അവിടെ ഓടി വരുന്ന കൂട്ടത്തിലാണ് ഇദ്ദേഹം അവിടെ കുഴഞ്ഞു വീണ് മരണം സംഭവിക്കുമായിരുന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് സംഭവം നടന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന്
മേളിലോട്ട് പോയി. ആ AC-യുടെ സ്പേസിൽ കൂടെ ഒക്കെ വരുന്നതും പേഴ്സണലായിട്ട് 1 by 1 ആയിട്ട് നമുക്ക് മെസ്സേജ് കിട്ടിയിട്ടില്ല. ബിൽഡിംഗ് ഓണറുടെ പണത്തിനോടുള്ള കൂടുതൽ ഇത് വേണ്ടതുകൊണ്ടോ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യിച്ചു. അതപ്പോൾ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേരിൽ നടപടിയൊക്കെ സ്വീകരിക്കുമെന്നാണ്. മലയാളികളുടെ സ്ഥാപനമാണ് ഇതിലാണ് ഈ നമ്മുടെ ഈ ചങ്ങാതി വർക്ക് ചെയ്യുന്നത്. മലയാളികളുടെ കമ്പനിയാണ്. ഇനി അവർ ലീസിന് എടുത്തിട്ട് താമസിപ്പിച്ചായിരിക്കാം. അതിനെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് കമ്പനിക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. വീടിന്റെ ഒരു കുടുംബനാഥനായിരുന്നു അദ്ദേഹം. അച്ഛൻ നേരത്തെ മരിച്ചുപോയത്. പുള്ളിയുടെ ഒരു 6 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. അപ്പൊ ഈ അമ്മയാണ് ഈ കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നത്. ചെറിയ ഒരു എക്സൽ മെഡിക്കൽ സ്റ്റോറിൽ ഒരു ജീവനക്കാരിയാണ്. പിന്നെ അവരെ സംബന്ധിച്ച് വളരെ സൈലന്റ് ഒരു കുടുംബമാണ്. പിന്നെ ഈ പയ്യൻ വന്നിട്ട് നല്ലൊരു പയ്യനാണ്. ഈ സ്ഥാപനത്തിന് ശമ്പളം കിട്ടാനുള്ളത് കൊണ്ടാണ്. ഇല്ലേ 3 മാസം മുമ്പ് വരേണ്ടതാണ്. 3 മാസം മുമ്പ് വരാൻ വേണ്ടി അനുജനെ വിളിച്ചതാണ്. അപ്പൊ സാലറി കിട്ടിയിട്ടില്ല. അക്കോമഡേഷൻ നല്ലതാണ്. പക്ഷെ ജോലിയില് സാലറി കിട്ടാത്തതുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും നാളവിടെ നിൽക്കേണ്ടി വന്നത്. കല്യാണം കഴിച്ച ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചെയ്തത്. അദ്ദേഹത്തിന്റെ ഇതിലാണ് ഈ വീടും വെച്ചതും എല്ലാം. അതുകൊണ്ടാണ് അത്ര കഷ്ടപ്പാടുണ്ടായിട്ട് അവിടെ തന്നെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്.